ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് മുഖം കണ്ടില്ലാതെ കാണുന്നുണ്ടോ? ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ കൃഷ്ണബന്ധുവിൻ്റെ ഒരു ഗൃഹത്തിൽ വച്ചിട്ട് ഇതാ ഇന്ന് സത്സംഗം. വൈശാഖോത്സവമാണ്. നമ്മളിത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും നാമജപത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലെന്ന പോലെ ഓരോ ഭവനത്തിലും ഈശ്വരൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാവണത്. അപ്പോൾ ആ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവാൻ നാമം ജപിച്ച് അനുഭവമായ അനുഭവം നമ്മുടെ ഗൃഹത്തിലും ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക. ആ എല്ലാ ഗൃഹങ്ങളിലും ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് അനുഭവമാവണമെങ്കിൽ അല്ലേ, അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും, കണ്ണാടിയൊക്കെ പൊടി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കണ്ണാടി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുടച്ച് വൃത്തിയാക്കണം. അപ്പോഴല്ലേ അതിൽ മുഖം കാണാൻ പറ്റുള്ളൂ. അതുപോലെ അനേകം മാലിന്യങ്ങൾ
ഓരോ ഗൃഹത്തിലായാലും നമ്മൾ പറയും നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആ എനർജി ഓരോ ഗൃഹത്തിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും എനർജികൾ നമ്മൾക്ക് ബുദ്ധിമുട്ടായിട്ട് തീരുണ്ടെങ്കിൽ നമുക്ക് രക്ഷാവലയമായിട്ട് അതിനെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗൃഹങ്ങളിൽ വച്ചിട്ട് ഇതുപോലെ സത്സംഗങ്ങൾ വേണം, എന്നും വിളക്ക് കൊളുത്തി വെച്ച് എന്നും നാമം ജപിക്കുക. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ എല്ലാവരും കൂടിയുള്ള നാമജപം, അതും ഈ വൈശാഖ മാസത്തിലെ സത്സംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈശാഖ മാസത്തിലെ സത്സംഗം ഉണ്ടാവുന്ന സമയത്ത് എന്തായാലും ഓരോ ഗ്ലാസ് വെള്ളം വരണവർ കുടിക്കാണ്ടിരിക്കില്ല. ഏറ്റവും ജലം ദാനം ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു ദാനമാണത്രേ വൈശാഖത്തിലെ ജലം സമർപ്പിക്കുക. അപ്പോൾ ജലം കൊടുക്കുക, ദാഹിക്കുക. അപ്പോൾ വരുന്നവരൊക്കെ വെയിലത്ത് നടന്നിട്ടാണ് വരിക. അപ്പോൾ അവർ വെള്ളം ചോദിക്കുമ്പോൾ ദാഹിച്ചിട്ട് തന്നെയാണ് വെള്ളം മേടിച്ച് കുടിക്കുക. അപ്പോൾ അത് കുടിച്ചു കഴിയുമ്പോൾ ആ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും, അതൊരു അനുഗ്രഹമായിട്ട് തീരും. ആ വെള്ളം സമർപ്പിക്കുക. അതുപോലെ ഇവിടെ നമ്മൾ ചെയ്ത പോലെ ഫലങ്ങൾ, ബാക്കിയുള്ളതിനേക്കാളൊക്കെ പ്രാധാന്യം ഈ ഫലങ്ങൾ ഒക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെയധികം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വൈശാഖത്തിലെ സത്സംഗം എന്ന് പറയുമ്പോൾ വൈശാഖത്തിൽ നമ്മൾ പറയും ചെരുപ്പ് ദാനം ചെയ്യണം, കുട ദാനം ചെയ്യണം, അതുപോലെ ജലം ദാനം ചെയ്യണം, പഴങ്ങൾ കൊടുക്കണം. ഭഗവാന് നേദിക്കാനും ധാരാളം പഴങ്ങളാണത്രേ. ഒരു പക്ഷേ ഈ ഒരു വൈശാഖ സമയത്തുള്ള കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ധാരാളം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് പറ്റില്ല, ചൂട് കാരണം കൊണ്ടേ. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക, പഴവർഗ്ഗങ്ങളൊക്കെ തിന്നുക. അതിനൊക്കെ അനുസരിച്ചിട്ടാണ് പ്രകൃതിയും ചക്കയും മാങ്ങയൊക്കെ ഈ കാലത്ത് ഇങ്ങനെ ഒരുക്കിയേക്കണതൊക്കെ ആ കാലത്തിൻ്റെ അനുസരിച്ചിട്ടായിരിക്കാം. അതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗൃഹത്തിൽ വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വലിയ യജ്ഞമൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നാമം ജപിച്ചുകൊണ്ട് നമ്മൾ നാമജപത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു, വെറുതെ ദാനം ചെയ്യല്ല. ഇതൊക്കെ ഈശ്വരന് സമർപ്പിച്ച് നൈവേദ്യമാക്കിയതിന് ശേഷം സജ്ജനങ്ങൾക്ക് ദാനം ചെയ്യുമ്പോൾ അതിന് അത്രയും മഹത്വമുണ്ട്. അപ്പോൾ ഇവിടെ എന്തെല്ലാം നടന്നു? നാമജപം എന്നുള്ള യജ്ഞം നടന്നു, ദാനയജ്ഞം നടന്നു, നൈവേദ്യം, ഈശ്വര പൂജ നടന്നു. എല്ലാ കാര്യങ്ങളും ആ ഒരു സത്സംഗം കൊണ്ട് നടക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരഭാവത്തെ ഉണർത്താനും ആസുരിക ഭാവത്തെ ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കും. അതാണ് ഓരോ ഗൃഹത്തിലും വച്ചിട്ട് നാമം ജപിക്കുക. അത് വൈശാഖ മാസത്തിൽ മാത്രം എന്നല്ല, എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും അവനവൻ്റെ വീട്ടിൽ വെച്ചൊരു സത്സംഗം നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുമല്ലോ അല്ലേ. ഉഷ്ണിക്കണ കാലത്താണെന്ന് വെച്ചാൽ 2 നേരം 3 നേരമൊക്കെ കുളിക്കും. അത് ആ ഉഷ്ണമില്ല, അത്ര ദേഹത്തിന് അത്ര വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കാലത്തും വൈകുന്നേരം 2 നേരമുള്ളൂ, അല്ലെങ്കിൽ പിന്നെയും കുളിക്കും. ചിലപ്പോൾ 1 നേരം, നല്ല തണവാണെങ്കിൽ 1 നേരം എന്നൊക്കെയായിട്ട്. അതായത് ശരീരത്തിന് വൃത്തി കുറവുണ്ട് എന്ന് തോന്നുമ്പോഴൊക്കെ ആ ശരീരം വൃത്തിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുപോലെ നമ്മുടെ ആ മനസ്സിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കാനാണ് ഈ നാമജപം എന്ന് പറഞ്ഞു. ശരീരം എങ്ങനെ വൃത്തിയാക്കണോ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്. മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഈശ്വരനാമം ജപിക്കാനായിട്ട് പറയണത്. അപ്പം ഈശ്വരനാമം ജപിക്കുന്ന അവസരത്തിൽ മനഃശുദ്ധിയാണ് ഉണ്ടാവുക. ധാരാളം നാമം ജപിക്കുമ്പോൾ നമ്മൾ ആ ആത്മാർത്ഥമായിട്ട് ഈശ്വര പ്രേമത്തോടുകൂടി ധാരാളം നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഒരു എല്ലാവരോടും ഒരു സ്നേഹം, പണ്ടില്ലാത്ത പോലെ നമ്മുടെ മനസ്സിനൊരു മനം മാറ്റമൊക്കെ വരും. മറ്റുള്ളവരോട് പണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളെയൊക്കെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്ത ചില കാര്യങ്ങൾ, ചിലത് കണ്ടതിൻ്റെ നേരെ പിന്നെ നമുക്ക് തോന്നി എന്തിനാ അതൊന്നും നമുക്ക് ബാധിക്കാണ്ട് വരിക നമ്മളെ. അതൊന്നും നമ്മളുടെ വികാരങ്ങളെ ഉണർത്തണില്ല. അല്ലെങ്കിൽ ദേഷ്യമായിട്ട് കാമക്രോധാദികളൊക്കെ വരിക. അതാണ് ചിലത് കാണുമ്പോൾ വേണമെന്ന് മോഹം തോന്നും, കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും, പിന്നെ വേറെ ആൾക്ക് കിട്ടിയാൽ അതൊരു അസൂയയായിട്ട് മാറും. അങ്ങനെ പല വിധത്തിലുള്ളതുണ്ട്. പക്ഷേ ഈശ്വരനാമം ജപിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നമുക്ക് നേടാനുള്ളത്, ഇതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ നാമം ജപിച്ച് എവിടെയാണ് വൃത്തിയാക്കുന്നത്? നമ്മുടെ ഉള്ളു വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ
അകവും പുറവും വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ വീട് അടിച്ചു വാരിയൊക്കെ തുടച്ച് വീടിൻ്റെ ഉള്ളിലെ പൊടിയും ഒക്കെ കളഞ്ഞ് വീട് നന്നായി വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മളിതാ അറിഞ്ഞോ അറിയാണ്ടോ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളൊക്കെ ഈ വീട്ടിൽ നെഗറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുന്ന പറയാം. അപ്പം അതുകൊണ്ട് നമ്മളുടെ വായിൽ നിന്ന് അറിയാണ്ട്, മനുഷ്യനല്ലേ അങ്ങനെ വരാതിരിക്കില്ല, മനുഷ്യൻ ആ ഓരോ പ്രവൃത്തികൾ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ അതൊക്കെ നമ്മുടെ ആ ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി ആയിട്ട് വരും. അത് ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് തീരും. അപ്പോൾ അതൊന്നും നമ്മുടെ ഗൃഹത്തിൽ, അതെല്ലാം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇല്ലാണ്ടാവാൻ എന്ത് വേണം? അവിടെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും, ദിവസത്തിലൊരിക്കലും നമ്മൾ കുളിക്കണത് പോലെ മാസത്തിലൊരിക്കലെങ്കിലും നാമജപം ഓരോ ഗൃഹത്തിലും വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ്. നമ്മൾ പറയില്ലേ, ചില ഉണ്ട് എല്ലാ മാസവും എല്ലാ അമ്പലങ്ങളിലേക്കും പോകും, അങ്ങനെയുണ്ട് ആൾക്കാർ. മാസത്തിലൊരിക്കൽ അമ്പലങ്ങളിലൊക്കെ തൊഴുക എന്ന് പറയണ പോലെ മാസത്തിലൊരിക്കലും നമ്മുടെ ഗൃഹത്തിൽ നാമജപം വയ്ക്കുക. അപ്പോൾ അതിനധികം ധാരാളം പേരോ ഒന്നും വേണ്ട, ആർക്കാണോ സാധിക്കണത് അവർ മതി. പറ്റുന്നവർ വന്ന് നാമം ജപിക്കട്ടെ. ഈശ്വരൻ്റെ ഇതുപോലെ വിളക്കൊക്കെ കൊളുത്തി വെച്ച്, വേറെ ഒന്നും വേണ്ട, ഭഗവാന്റെ വിഗ്രഹം അങ്ങനെ വെച്ച് വിളക്ക് കൊളുത്തി വെച്ച് നൈവേദ്യമൊക്കെ സമർപ്പിച്ച് കുറച്ച് നേരം ഇത് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ കണ്ണിന് ഒരു സുഖം തരുന്നുണ്ട്. ആ കണ്ണിന് അപ്പം ഈശ്വരനെ അല്ലേ, കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ. അപ്പം ഈശ്വര വിളക്ക് കൊളുത്തി വെക്കേണ്ട എന്തിനാ? നമ്മൾ പലപ്പോഴും പറയും, ഇപ്പോൾ ഇന്നെന്നോട് ചോദിച്ചു, 1 തിരിയിടണോ 2 തിരിയിടണോ 5 തിരിയിടണോ? എത്ര തിരിയിട്ടാലും ഈ കൊളുത്തി വെക്കണ വിളക്ക് ഈശ്വരന് വേണ്ടിയിട്ടല്ല കൊളുത്തി വെക്കണത്, നമ്മളുടെ ഉള്ളിൽ പ്രകാശം പരത്താൻ വേണ്ടിയിട്ടാണ്. ആ പരമാണു പൊരുളിലും സ്ഫുരണമായിട്ട് മിന്നണ ഭഗവാന് വെളിച്ചം തന്നെയാണ് ഭഗവാൻ. പിന്നെ ഭഗവാന് വിളക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കണ്ണ് കാണാൻ. ഇത് ഇവിടെ കൊളുത്തി വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമുക്ക് ഒരു തരം ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്ക് സാധിക്കുന്നത് പോലെ മതി. 1 തിരിയിട്ട് കൊളുത്താൻ പാടില്ല, 2 തിരിയിട്ട് കൊളുത്താൻ ഇന്ന ദോഷമാണ് എന്ന് പറഞ്ഞ് ഈ വക ഈശ്വര കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ ദോഷം, ഇങ്ങനെ ചെയ്താൽ ദോഷം എന്ന് ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ? അപ്പോൾ ശ്രദ്ധിച്ചോളുക നമ്മളെ ഇതിൽ നിന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ദോഷം വരികയാൻ അത് ചെയ്യാണ്ടിരിക്കുക ഭേദം, അങ്ങനെയല്ലേ? നല്ലത് ചെയ്തില്ലെങ്കിലും വലിയ ദോഷം ചെയ്യാണ്ടിരിക്കാൻ വെച്ചിട്ട് നമ്മളതിനൊക്കെ ഉപേക്ഷിക്കും. അപ്പോൾ ഈശ്വര പൂജ അതൊക്കെ ഇന്ദ്രൻ പറഞ്ഞേക്കണ ആൾക്കാരാട്ടോ. ഇന്ദ്രനെ ഭയം വരൂല, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന്. അതുപോലെ കലികാലത്ത് ഭാര്യയും ഭർത്താവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടാണ് അത്ര ആ ഭാവത്തിലാണ് വരികയെന്ന്. മറ്റേത് രംഭയും തിലോത്തമിയൊക്കെ പറഞ്ഞേക്കും. പക്ഷെ കലികാലത്ത് ഇതുപോലെയുള്ള ആൾക്കാർ വന്നിട്ടാണ് പറയുക. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഒരു കാറ്റ് വീശി ആ വിളക്കിൻ്റെ ഒരു തിരി കെട്ടാൻ പറയാം, എന്തോ തിരി കെട്ടു, ഒരു അപശകുനാണ്. കാറ്റ് വീശിയ തിരി കെട്ടും, അത് അപശകുനൊന്നുമല്ല. അത് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ട് അവിടെ സമർപ്പിച്ച് കൊളുത്തി വയ്ക്കുക. അത് നമ്മൾ സമർപ്പണമാണ്. ആ സമർപ്പണം ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിൽ നമുക്ക് ബന്ധമൊന്നുമില്ല, അല്ലേ? നമ്മൾ ഇതിപ്പോൾ ഇതിനെ തന്നെ നോക്കിയിരിക്കണവരെ ആരെങ്കിലും ഒരാൾ നമുക്കൊരു സാധനം കൊണ്ടുവന്ന് തരും. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ അത്ര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്, ഇത് മേടിക്കണം. ആ ഒരു സാരി ആവട്ടെ, സ്ത്രീകളോട് അത് പറയുമ്പോൾ സാരി കൊണ്ടുവന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ നമ്മളെ കണ്ടെനിക്ക് ആ സാരി ഉടുത്തുവോ? അപ്പോൾ ഞാൻ ഉടുത്തു. ആ സാരി കേടായിട്ടില്ലല്ലോ ഇടയ്ക്ക് കാണുമ്പോൾ. അന്ന് ഞാൻ മേടിച്ചിരുന്ന സാരി ഇപ്പോഴും ഇല്ലേ? കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നമുക്ക് തോന്നുക അത് മേടിക്കേണ്ടായിരുന്നില്ല എന്ന് തോന്നും ആ ഒരു അവസ്ഥയിൽ. കാരണം മനസ്സിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ചിട്ടില്ല, മനസ്സിൽ ഉപേക്ഷിക്കണില്ലേ അവർ. അതുപോലെ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ അങ്ങനെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലെ ഒരു കുഞ്ഞി പാത്രമായിരിക്കും. ആ പാത്രത്തിന് സ്ഥലമില്ല എഴുതാൻ, എന്നാലും ആ പാത്രത്തിൽ പറ്റാവുന്നിടത്തോളം വലിപ്പത്തിൽ നാരായണൻ നായർ വക, ദേവകി അമ്മ വക, കുഞ്ഞികൃഷ്ണൻ വക എന്നൊക്കെ ഓരോ സാധനത്തും എഴുതി വയ്ക്കും. അവരുടെ വകയായിട്ട് ഇപ്പോഴും അത് ഈശ്വരൻ അധികാരമൊന്നുമില്ല, ഇവരുടെ വകയാണ്. ഈശ്വരൻ അതൊക്കെ
ഭഗവാൻ അതൊക്കെ കാത്തു രക്ഷിക്കേണ്ട ആളാന്നുള്ള നിലയ്ക്ക് കാവൽക്കാരനായിട്ട് നിർത്തിയേക്കുക. എന്നിട്ട് അത് പറയും, അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ സപ്താഹത്തിനൊക്കെ പോണ സമയത്ത് പറയും, അമ്പലത്തിലൊക്കെ കാണുമ്പോൾ കാണാം അവിടുത്തെ ആ വലിയ ആ നടപ്പര അങ്ങോട്ട് പണിത ആളുടെ പേര് വലുതാക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ചുറ്റും നിറയെ ലൈറ്റ് ഇട്ട് വെക്കുക. ഇതെങ്ങാനും ഇനി കണ്ണ് കാണാണ്ട് ആൾക്കാർക്ക് കാണാണ്ട് വരണ്ട. എന്നിട്ട് അമ്പലത്തിലേക്ക് പോയോ? ഇന്ന അമ്പലത്തിൽ പോയില്ലേ? അവിടെ ആ നടപ്പര കണ്ടില്ലേ? നന്നായിട്ടില്ലേ? ഞാനാ ചെയ്തേ. ആ ഒരു ഭാവം പോണില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അങ്ങനെ വേണമെന്നുള്ളത് അവിടുത്തെ തേവരുടെ സങ്കല്പമാണ്. അതിന് നമ്മളെ നിയോഗിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. ഭഗവാനെ, അവിടുന്ന് എന്നെ നിയോഗിച്ചുല്ലോ, അവിടുത്തെ കാരുണ്യം കൊണ്ടല്ലേ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇതിവിടെ സമർപ്പിക്കാൻ പറ്റി. അത് എൻ്റെ സമർപ്പണമല്ല, അവിടുന്ന് തന്നെ എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എല്ലാ ദിക്കിലും പേരെഴുതി വെച്ച് അമ്പലങ്ങളിലുള്ളവരും സമ്മതിക്കില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അങ്ങനെ പേരൊന്നും വേണ്ട, അത് അവിടെ അത് പറ്റില്ല, പേരെഴുതാണ്ട് പറ്റില്ല. അമ്പലങ്ങളിലുള്ളവർ പോലും സമ്മതിക്കില്ല നമുക്ക്. ആ പേരെഴുതി വയ്ക്കാണ്ട് സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് നെയ്യ് മേടിച്ച് അമ്പലത്തിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പേരൊന്നും ആരും ചോദിക്കില്ലല്ലോ. അങ്ങനെ ആ അമ്പലത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ സമർപ്പണം നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സമർപ്പണങ്ങളെ കൊണ്ട് പ്രയോജനം ഇല്ല എന്ന് പറയണില്ല. മറ്റുള്ള ദിക്കിലൊന്നും അല്ലല്ലോ കൊണ്ട് ഈശ്വരകാര്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായില്ലോ. അത് തന്നെയാണ് പറയണത്. അഗ്നിഹോത്രാദി ചെയ്യും നീതു ചെയ്യില്ല. പൈസ കൊണ്ടുപോയിട്ട് നമുക്ക് പൂന്താനം മുത്തശ്ശൻ പറയണില്ലേ, പൈസയുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നിഹോത്രം ചെയ്യണത്. ഞാൻ ഇത്ര രൂപ ചെലവാക്കി ഇത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യണു. അങ്ങനെ ചെയ്യുന്നതിലൊന്നും വലിയ കാര്യങ്ങളില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതാ വിളക്ക് കൊളുത്തി അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ തിരികെട് കത്ത് നമ്മളുടെ ആ ഒരു ഭാവം ഇല്ല. നമുക്ക് അതിൽ എണ്ണ നിറച്ചൊഴിച്ച് കെടാത്ത വിധത്തിൽ കത്തിച്ച് വയ്ക്കുക. അഥവാ കെട്ടു വെച്ചാലും അതൊരു ദോഷമൊന്നുമല്ല. കാറ്റ് വീശിയാൽ അത് കെട്ടു എന്നൊക്കെ വരും. അപ്പം അതല്ല വേണ്ട. വിളക്ക് കൊളുത്തി വെച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്തിലാവണം? നാവിനൂരതി നാമത്തിലാകണം. ആ നാമം ചൊല്ലുമ്പോൾ എന്തുണ്ടാവണം? നാമീ എന്നുടെ മാനസേ വാഴണം. ആ കൃഷ്ണൻ്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ ആ ഈശ്വരഭാവം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് വേണ്ടത്. ആ മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് വേണം നാമം ജപിക്കാൻ. അപ്പോൾ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായിന്ന് പാടാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സിൽ ആ ഭഗവാൻ കളിക്കാൻ തുടങ്ങും. അപ്പം അതിനു വേണ്ടിയിട്ട് ആ ഭഗവാനെ പറയാണ്, ഒന്നു കാണുവാനെത്ര കൊതിയെന്നോ എൻ്റെ കണ്ണാ വരിക നീ മുന്നിലായി. ഒന്നെടുത്തോട്ടെ എന്നുണ്ണി പൈതലേ, ഉമ്മ വച്ചോട്ടെ തൃച്ചേവടികളിൽ. ആ കൊതിച്ച് ഈശ്വരനെ കാത്തിരിക്കണം. അങ്ങനെ ആ കാത്തിരിക്കുമ്പോൾ ആ ഭഗവാന് വരാണ്ടിരിക്കാനാവില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്താണ് പൂന്താനം മുത്തശ്ശനും കുറൂരമ്മയൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പം അവർ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ടും ജപം നിർത്തിയില്ല. കാരണം മനസ്സ് ശരീരം പോലെയാണ്. ഒരിക്കൽ കുളിച്ച് സെൻറ്റും ഒക്കെ പൂശിക്കഴിഞ്ഞു, ഇനി കുളിക്കണില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നിന്ന് കുളിച്ചിട്ടാണ് ഇവിടെ വന്നത് സത്സംഗത്തിന്. അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ സൗകര്യം ഉണ്ട് വെച്ചാൽ ഒന്ന് മേലെഴുകിയിട്ട് നാമം ജപിക്കാമെന്ന് തോന്നും. അത്രയും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ശരീരം ശുദ്ധമാക്കുന്ന അതേ പ്രവണതയോട് കൂടിയിട്ട് തന്നെ മനസ്സും ശുദ്ധാക്കിക്കൊണ്ടുണ്ട്. മനസ്സിലും അഴുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഈശ്വരനെ വിട്ട് ശ്രദ്ധ മറ്റെന്തിലേക്കെങ്കിലും തിരിഞ്ഞോ അപ്പോൾ നമ്മുടെ മനസ്സിൽ അഴുക്കിനെ വരും. അപ്പോൾ എല്ലാം ഉള്ളത് ഈശ്വരനാണ്, എല്ലാം ആ ഭഗവാന്റെയാണ്. ഓരോ ജീവൻ്റെയും കർമ്മ പ്രാരാബ്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഓരോരോ തരത്തിൽ ഓരോരുത്തരായിട്ട് ജനിക്കണു. അതുകൊണ്ടാണ് ഒരാളുടെ സ്വഭാവം പോലെ ആവില്ല ഒരാളുടെ സ്വഭാവം.
ഒരേപോലെ ആവില്ല. കാരണം എന്താ, ഓരോന്നിൻ്റെയും അടിസ്ഥാന പുറമേ കാണുന്ന രൂപം പോലും ഒരുപോലെയല്ല. ഒരേപോലെ ഇരട്ട പ്രസവിച്ച് ഒരുപോലെ ഉള്ളവരായാലും കൂടി ശരി, എന്തെങ്കിലും ഒരു വ്യത്യാസം അവർ തമ്മിലുണ്ടാവും. ഒരിക്കലും ഒരുപോലെ ആവില്ല. ആ ഓരോരുത്തരുടെയും പൂർവജന്മകൃതമായ കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഓരോ ശരീരവും വന്ന് ചേരണത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭിന്നങ്ങളായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളുടേതായ ഭാവത്തിൽ ചിന്തിച്ചിട്ടാണ് അത് ശരിയെന്ന് പറയണത്. വേറൊരാൾ ചിന്തിക്കുമ്പോൾ അതാണ് ശരിയെന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നാമം ജപിക്കുന്നുണ്ട്. എന്നോട് ഒരു മോള് ചോദിച്ചു, കൊല്ലത്ത് പോയപ്പോൾ അവിടെ നാമജപത്തിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് അത് ആ ഒരു സത്സംഗം കഴിഞ്ഞ് വരുമ്പോൾ അവർ ചോദിച്ചു, ഇവിടെ ധാരാളം ആൾക്കാർ സാധന ചെയ്യണവരുണ്ട്. അപ്പോൾ അവർ മന്ത്രോപദേശമൊക്കെ കിട്ടി ഗുരുക്കന്മാരൊക്കെ ഉള്ളവരാണ്. അവർ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് മന്ത്രം ഉപാസന ചെയ്യുന്നുണ്ട്. ഈ മന്ത്രോപാസന ചെയ്തതിന് ശേഷം ഇവർ പറയണേ ആ മന്ത്രം ജപിച്ച് 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 ഇങ്ങനെ ഒരു തുരീയാവസ്ഥയിലെത്തും. അങ്ങനെയൊക്കെ ആയിട്ടേ കാര്യമുള്ളൂ. വെറുതെ നാമം ജപിച്ചുകൊണ്ട് കാര്യമില്ല. ആദ്യം ഒരു ഗുരുനാഥനെ പോയി, ഒരു ഗുരുനാഥൻ ഉണ്ടാവണം. ആ ഗുരുനാഥൻ്റെ കീഴിൽ മന്ത്രം ഉപദേശം മേടിക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾ വെറുതെ നാമം ജപിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല, വെറുതെ സമയം കളയുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മ പറയണു, ഇപ്പോൾ ആ നാമം ജപിച്ചാൽ മതി എന്ന് പറയണു. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് പൂന്താനമുത്തശ്ശൻ പറഞ്ഞത്, ചെവി തന്നിതു കേൾക്കിനെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കൂന്ന്. കാരണം പൂന്താനമുത്തശ്ശൻ പറഞ്ഞു, മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം, പലർക്കും അറിയണമെന്നിട്ട് പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. പലർക്കും അറിയാൻ വേണ്ടിയിട്ട് അതാ മനുഷ്യൻ്റെ ആ കർമ്മ ഭാവങ്ങൾക്കനുസരിച്ച്, കർമ്മഫലങ്ങൾക്കനുസരിച്ച് പല വിധത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം നമുക്ക് ചിലപ്പോൾ ധ്യാനത്തിലിട്ട് നമ്മൾ ഉറങ്ങിപ്പോവുകയുള്ളൂ. ഓരോ തലത്തിനും അനുസരിച്ചിട്ടാണേ. അപ്പോൾ അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ അങ്ങോട്ട് ജനിച്ച് വീണപ്പോൾ തൊട്ട് ധ്യാനമല്ല, ജന്മജന്മാന്തരങ്ങളായിട്ട് സഞ്ചരിച്ചിട്ടാവും ആ ഒരു അവസ്ഥയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ധ്യാനം ശീലിക്കട്ടെ. വേറൊരാൾക്ക് യോഗാഭ്യാസങ്ങളെ കൊണ്ടാവും ആവട്ടെ, യോഗാഭ്യാസങ്ങളെ കൊണ്ട് നേടട്ടെ. വേറൊരാൾക്ക് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ വേദാന്തങ്ങളും അതൊക്കെ പഠിച്ച് അതിലൂടെയൊക്കെ ആവും, ശാസ്ത്രങ്ങളെ അഭ്യസിച്ചിട്ടായിരിക്കും. വേറൊരാൾക്ക് എന്താ ചെയ്യുക, അവനും ചെയ്യണ കർമ്മം മുഴുവനും ഈശ്വരപൂജയായിട്ട് ചെയ്യുക. ഏതൊരു കർമ്മമായാലും ആ കർമ്മത്തിൽ ഇത് നല്ലത് ഇത് ചീത്ത എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ കണ്ട് ഈശ്വരപൂജ ചെയ്യുക. ഒരിക്കലും നമ്മൾ പറഞ്ഞ കഥ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു കഥ പറയുണ്ടായിട്ടുണ്ടല്ലോ. ധാരാളം തപസ് ചെയ്തിട്ട് സിദ്ധി നേടിയ ഒരാൾ ആ ദേഷ്യം കൊണ്ട് ആ നാമം ജപിക്കണതിൻ്റെ ഇടയ്ക്ക് ആള് ധ്യാനത്തിലിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്ക കരഞ്ഞു. അതിന് പറയൂ, അതിപ്പോൾ ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ കരയാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ അതാ കോപം കൊണ്ട് നോക്കിയപ്പോൾ ആ കാക്ക കരിഞ്ഞു വീണു അത്രേ. അത് കഴിഞ്ഞതാ അദ്ദേഹം അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞു, ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. അപ്പം അകത്തുനിന്ന് ഒരു അമ്മയുടെ ശബ്ദം, നമ്മളെ അവിടെ ആരോ വന്നിട്ടുണ്ട്. അപ്പം അകത്തു നിന്ന് ഒരു അമ്മയുടെ ശബ്ദം കേട്ടു, അവിടെ നിൽക്കൂ ഭിക്ഷ തരാം എന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ആ ശബ്ദം കേട്ട് കുറച്ച് സമയം കുറേ അവിടെ നിന്നപ്പോഴേക്കും ഈ സന്യാസിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇത്രയും സന്യാസിയായിട്ട് ഇത്രയും യോഗി വൈദ്യനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് എന്നെ ശ്രദ്ധിക്കാതെ കണ്ട് അകത്തിരിക്കണു അഹങ്കാരിയായ സ്ത്രീ എന്നാണ് തോന്നിയത്. അദ്ദേഹം അവിടുന്ന് അത് കഴിഞ്ഞതാ ആ ഭിക്ഷയും കൊണ്ട് വരണ സമയത്ത് ആ ക്രോധത്തോടു കൂടി നോക്കിയപ്പോൾ ഈ അമ്മ പറഞ്ഞു, അതെ ഞാൻ കരിഞ്ഞു പോവാൻ ഞാൻ ആ കാക്കിയൊന്നും അല്ല കേട്ടോ. എൻ്റെ കർമ്മം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഈശ്വര പൂജ ചെയ്യുകയായിരുന്നു. എൻ്റെ പൂജ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് തളർന്ന് കിടക്കുകയാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈശ്വര പൂജ. അതെൻ്റെ കടമ ഞാൻ ഈശ്വര പൂജയാക്കി മാറ്റി. അപ്പോൾ ആ ഈശ്വര പൂജ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് തീർത്തിട്ട് വന്നത് എന്ന് പറഞ്ഞ് ഈ ഭിക്ഷാന്നം കൊടുത്തപ്പോൾ
അത്ഭുതത്തോടു കൂടി സന്യാസി ചോദിച്ചു, ഇത് എങ്ങനെയാ അറിഞ്ഞേ, ആ കാക്കയുടെ കാര്യം എങ്ങനെ അറിഞ്ഞു നിങ്ങൾ ഈ വീട്ടിലിരുന്നിട്ടെന്ന് ചോദിക്കുകയാണ്. പറയും ഇതിപ്പോൾ അറിയാത്തത് ആർക്കാളെ, അവിടെ ആ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരാൾ നിന്ന് ഇറച്ചി വെട്ടുണ്ട്, അയാളോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഈ സന്യാസി വേഗം അന്വേഷിച്ച് ആ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ സന്യാസിയെ കണ്ടപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു വെച്ചിട്ട് വന്നതല്ലേ, കാക്കയുടെ കാര്യം അറിയാൻ അവിടെ നിൽക്കൂട്ടോ എന്ന് ഈ സന്യാസി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ സന്യാസിക്ക് കുറച്ചും കൂടി അത്ഭുതമായി. കാരണം ആ അമ്മ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു, ഇങ്ങോട്ട് വന്നു എന്നുള്ളതൊക്കെ എങ്ങനെ ഇദ്ദേഹം അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യണ കർമ്മം ഇറച്ചി വെട്ടു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര് എങ്ങനെ ചെയ്യണു എന്നുള്ള കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആ ഈശ്വരനെ നമ്മൾ എങ്ങനെ അറിയണു. എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനല്ലേ. അപ്പം അങ്ങയുടെ ചിന്തകളും അങ്ങയുടെ പ്രവൃത്തികളും എനിക്ക് അറിയണമെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നതും ആ ഈശ്വരനാണ്, ആ അമ്മയുടെ ഉള്ളിലിരിക്കേണ്ടത് ആ ഈശ്വരനാണ്. അത് തിരിച്ചറിയാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അവരിത് ആ കർമ്മങ്ങളെ കൊണ്ടാണ് ഈശ്വര പൂജ ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യണ കർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തോന്നുന്നത് നീചമായ കർമ്മമാണ്, ഇറച്ചിയൊക്കെ വെട്ടി ഇങ്ങനെ ഒന്നിനെ. പക്ഷെ ആ ഒരു കർമ്മം ചെയ്ത് തീർക്കേണ്ടതായിട്ട് ആ ശരീരത്തിനൊരു പ്രാരാബ്ധമുണ്ട്. അതുകൊണ്ട് ആ പ്രാരാബ്ധം അയാൾ ചെയ്യുകയാണ്. ആ പ്രാരാബ്ധം ഈശ്വരൻ ഹിതമാണ്. കാരണം പൂർവജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ആ കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരൻ എനിക്ക് തന്ന ആ ഒരു കർമ്മം ഈശ്വര പൂജയായിട്ട് തന്നെ ഞാനിതാ ചെയ്യണു. ഇനി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം ബാധിക്കാതിരിക്കാൻ സദാ ഈശ്വരനാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സന്യാസി തപസ് ചെയ്തിട്ട് നേടിയ അതേപോലെ തന്നെയുള്ള ആ പരഹൃദയജ്ഞാനം അനുഭവിക്കാനായിട്ട് സാധിച്ചത് എന്ന് പറയണം. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ശരി. നമുക്ക് ആ നാമം ചൊല്ലുമ്പോൾ നമുക്ക് ആദ്യം ആലോചിക്കുക, നാമം ചൊല്ലുമ്പോഴാണോ നമുക്ക് ആനന്ദം കിട്ടണത്. ചിലവർക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാനാവും സന്തോഷം. ആ കഥകൾ കേട്ട് വേണം ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം. ആദ്യം എന്താ ചെയ്യണേ? ശ്രവണം, കേൾക്കുക, ഒരുപാട് കേൾക്കുക കൃഷ്ണനെ പറ്റിയിട്ട്. കാരണം കേട്ടാലല്ലേ മഹത്വം അറിയുള്ളൂ. അങ്ങനെ കേട്ട് ആ മഹത്വമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആ മഹത്വം അനുഭവിക്കാറാവുകയാണ് ചെയ്യണത് നമുക്ക്. അപ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അറിയാണ്ട് നമ്മുടെ നാവ് പാടാനായിട്ട് തുടങ്ങും. ഈ കഥ കേട്ട് ഈശ്വരനെ അനുഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അറിയാണ്ട് കീർത്തിക്കാൻ തുടങ്ങും. ശ്രവണത്തിൽ നിന്ന് കീർത്തനം, പിന്നെന്താ എപ്പോഴും സ്മരണമായി. ഒരു സത്സംഗത്തിന് പോയി ആ സപ്താഹമൊക്കെ കേട്ടു വന്നു കഴിഞ്ഞാൽ അത് കേട്ടു അവിടെ വിട്ടിട്ട് പിന്നെ വേറെ വീട്ടിൽ വന്നിരുന്ന് TV കണ്ടതുകൊണ്ട് കാര്യമില്ല. സ്മരണം, അവിടെ കേട്ടതിനെയൊക്കെ മനനം ചെയ്ത് എപ്പോഴും ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുക, മനസ്സെപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പാദസേവനം, ഭക്തന്മാരായിട്ടുള്ളവരുടെ മഹാത്മാക്കളുടെയൊക്കെ പാദസേവനം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ വന്നപ്പോൾ അവിടെ സത്സംഗത്തിന് ഒരുക്കി വെച്ചേക്കണു. അപ്പോൾ അവിടെ വരണ ആൾ വന്നവരും ഇതിൽ പങ്കുചേർന്നു. അത് മുറിക്കാനിരുന്നത് അത് ചെയ്യണത് ഒരു സേവനമാണ്. അങ്ങനെ ചെയ്യണതാണ്, അല്ലാണ്ട് ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല. പൂക്കൾ പറിച്ചു കൊണ്ട് അവിടെ വൃത്തിയാക്കുക, പൂജ ചെയ്യണോർത്ത്, അതൊക്കെ ഒരു സേവനമാണ്. പിന്നെ വയ്യാതെ ഒക്കെ കിടക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക. അച്ഛനമ്മമാരായിട്ടുള്ളവർ അവർക്കൊക്കെ വേണ്ടതുപോലെ അവരെ ശുശ്രൂഷിക്കുക,
അവരെ സന്തോഷിപ്പിക്കുക. ഇതൊക്കെ പാദസേവനം ചെയ്യണതൊക്കെ ഈശ്വര പൂജയായിട്ട് ചെയ്യുക. അപ്പം അത് ഈശ്വരൻ്റെ പാദസേവ ചെയ്യണ പോലെ തന്നെ. പിന്നെ അർച്ചന, അപ്പോഴാണ് നമുക്ക് ആ ഈശ്വരൻ്റെ പിന്നെ ഇതുപോലെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് നമുക്കൊന്നും അറിയില്ല, ഹരേ രാമ ജപിക്കാനേ അറിയില്ലോ, മതിയിലോ ആ പൂവ് ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന് ഇത് മലര് മാനസമലരാണ്. ആ മാനസമലര് പൊട്ടിച്ചെടുത്തിട്ടതാ ഞാൻ അവിടത്തേക്ക് പൂജ ചെയ്യുകയാണ്. അപ്പോൾ ഈ മാനസമലര് പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവണം അല്ലേ? പൂവില്ലാണ്ട് എങ്ങനെ പൂജ ചെയ്യുക? അപ്പോൾ ഹൃദയത്തിൽ ആ മാനസത്തിലുണ്ടാവണ ആ ചെടികളിൽ നിറയെ വല്ലികളിൽ നിറയെ പ്രേമപുഷ്പങ്ങൾ വിടരണം എന്നുണ്ടെങ്കിൽ ഈശ്വരപ്രേമം നല്ലോണം വേണം. അപ്പോൾ ആ പൂക്കൾ ഇതാ എൻ്റെ മനസ്സിൽ നിറഞ്ഞ ആ സ്നേഹപ്പൂക്കളാണ് ഗുരുവായൂരപ്പ ഞാനിവിടെ സമർപ്പിക്കണേ എന്നുള്ള ആ ഭാവത്തോടു കൂടിയിട്ട് ആ പൂക്കൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. അർച്ചനം, പിന്നെന്താ ചെയ്യണേ? അത് നമസ്കരിക്കുന്നു. വന്ദനം, ദാസ്യം, ഞാൻ ഗുരുവായൂരപ്പൻ്റെ ദാസനാണ്. അല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ ദാസനാക്കുകയല്ല ചെയ്യുക, ഞാൻ ഗുരുവായൂരപ്പൻ്റെ ദാസനാണ്. ഞാൻ എടുത്തോളാം കൈ ഞങ്ങൾ തിരിയണില്ല. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ദാസനാണ്. അപ്പം അതുകൊണ്ട് ആ ഗുരുവായൂരപ്പന് ഞാൻ സേവ ചെയ്യണു. ഓരോരുത്തർക്കും നമ്മൾ ചെയ്യണ സേവ അതെല്ലാം ആ ഗുരുവായൂരപ്പന് ചെയ്യണ സേവയായിട്ട്. അല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇട്ടോളൂ, സാരമില്ല. സാരമില്ല, എല്ലാവരും അങ്ങനെ ഹരേ ഗുരുവായൂരപ്പ. അപ്പം അതുകൊണ്ട് അപ്പോൾ ആ ഒരു സേവനങ്ങൾ ദാസ്യം, ഭഗവാന്റെ ദാസനാണ്. ഈ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ആരാ? ഈശ്വരൻ തന്നെയാണ് അന്തര്യാമിയായിട്ട് ഇരിക്കണേ. അപ്പോൾ ആർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അത് ആർക്കാണ്? ഈശ്വരൻ. അപ്പോൾ ആർക്ക് എന്ത് സഹായം ചെയ്താലും ആർക്കാ ചെയ്യണേ? ഗുരുവായൂരപ്പനാ സഹായം ചെയ്യണേ. ദാസനായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാണ്ട് ഈശ്വര ഗുരുവായൂരപ്പ ഇങ്ങനെ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം അവിടെ നിന്ന് കൽപ്പിച്ച് തന്നില്ലേ, അവിടുത്തെ കാരുണ്യല്ലേ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ആരൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭഗവാന് സമർപ്പിക്കണ പോലെ ദാസ്യം. പിന്നെ അത് കഴിഞ്ഞാൽ അവനവനെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥ. ഞാൻ എന്നെ തന്നെ ഗുരുവായൂരപ്പ അവിടത്തേക്ക് സമർപ്പിക്കണമെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ശ്രവണം തന്നെ വേണം. ആ ശ്രവണത്തിൻ്റെ കഴിഞ്ഞ് രണ്ടാമത്തെ പടിയിലെത്തി നിൽക്കണുള്ളൂ. നമുക്ക് രണ്ടാമത്തെ പടിയിലെത്തി നിൽക്കണം. നമ്മളോട് പെട്ടെന്ന് തന്നെ ഏറ്റവും മുകളിലത്തെ പടിയിലേക്ക് കയറാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ ചാടിക്കയറാൻ. അപ്പോൾ പതുക്കെ പതുക്കെ മതി. ഓരോന്നും നല്ലോണം ആസ്വദിച്ച് പോവുക അല്ലേ? ഇപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ആൾക്കാർ ടൂറ് പോകുമ്പോൾ ഒരു ബസ് അങ്ങോട്ട് വിളിച്ച് പോകും. എന്നിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി വേഗം കയറും. അവിടെ ഒന്നും കണ്ടുണ്ടാവില്ല. അപ്പോഴേക്കും കയറി ബസ്സിലിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് ഇറങ്ങിയിട്ട് ആ സ്ഥലത്തെ പറ്റിയിട്ടൊക്കെ വണ്ടിയിലിരുന്ന് വർണ്ണിക്കും. ഇറങ്ങി കഴിയുമ്പോഴേക്കും വേഗം വരണം, എത്ര മണിക്ക് വരണം, വേഗം കയറുന്നു. നമുക്കൊന്നും ആസ്വദിച്ച് കാണാൻ പറ്റില്ല. സമയം എന്ത് ചെയ്തു? നമ്മളൊരു വാഹനം എടുത്തിട്ട് നമ്മൾ പോവുക. അപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ഏതാണ് ബുദ്ധിമുട്ട്? അവർ വേഗം ഓരോരുത്തരും ഓരോ ക്ലാസ്സുകൾ, സത്സംഗ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ എടുത്തു പോകും. നമുക്ക് അതിൻ്റെ ഒപ്പം ഓടിയെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. നമുക്കൊരു ടെൻഷനായിട്ട് തീരും. ഈ നാരായണിയൊക്കെ പഠിക്കണവർ പലരും പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് അവരൊക്കെ നന്നായിട്ട് ചെല്ലുന്നുണ്ട്. ഇത്ര സമയം തരാം, അതിനുള്ളിൽ നാരായണീയം അവർ ആദ്യത്തെ ദശകം വായിച്ച് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അത് അക്ഷരം തെറ്റാണ്ട്. എനിക്കത് എങ്ങനെ നോക്കിയിട്ടും പറ്റണില്ല, ആകെ ടെൻഷനായി എന്ന് പറയണു. നമ്മളങ്ങനെ സമയമൊന്നും വയ്ക്കണ്ട, ഭഗവാൻ നമുക്കൊരു സമയം വച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോണ നേരം നമ്മളൊരു വണ്ടി വിളിച്ച് പോവുക. ഓരോ ഒരു സ്ഥലമാണോ കാണാൻ പറ്റി അത് മതി. അത് വിശദമായിട്ട് കണ്ട് അതിനെ നല്ലോണം ആസ്വദിച്ച് എന്നിട്ട് അടുത്ത സ്ഥലം കണ്ട് അതുപോലെ കഥ കേട്ട് നല്ലോണം ആസ്വദിക്കൂ. കഥ കേൾക്കാനാണോ കൊതി? ധാരാളം കഥ കേട്ട് ആസ്വദിക്കൂ. പറ്റാവുന്നൊക്കെ പോയി കഥ കേൾക്കൂ. അങ്ങനെ കഥയിലുള്ള ആസ്വാദനം നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ നാവിന് ആ നാമം ജപിക്കാനുള്ള കൊതി ഉണ്ടാക്കി തീർക്കട്ടെ. അങ്ങനെ നാമം ജപിച്ച് ആ നാമം നമ്മളെ നാമിയിൽ കൊണ്ടെത്തിക്കും. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരാൾ ചെയ്യണ പോലെ ചെയ്താലേ ഇത് നേരെയാവുള്ളൂ. ഒരാൾക്ക് യോഗത്തിലിരിക്കാം, ഒരാൾക്ക് ധ്യാനത്തിലിരിക്കാം. ധ്യാനത്തിലിരിക്കും ഞാൻ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ ഓരോരുത്തർ പറയും. നമ്മളും കണ്ണടച്ചിരുന്ന് നോക്കും. ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല കണ്ണടച്ച് അങ്ങനെ ഇരുന്നിട്ട്. എനിക്ക് കണ്ണടച്ച് ഇത്തിരി നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അറിയാണ്ട് ഹരേ രാമൻ്റെ അതിൽ കിട്ടണ ഒരു സന്തോഷം ആ കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പം ഞാൻ അത്ര എത്താത്തത് കൊണ്ടാവും. അപ്പം പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങണ ഒരവസ്ഥയിലേക്ക്, ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാണ്ടൊന്നും ഇരിക്കില്ല. ഏത് മാർഗത്തിലൂടെ നമ്മൾ പോകണമെന്ന് ഭഗവാൻ അറിയുള്ളൂ അല്ലേ. ഏതു മാർഗേണ പോകേണ്ടു ഞാൻ എന്നതേതും അറിഞ്ഞില്ല നാഗരാജ വിഭോ. മഹാദേവനോട് പറയാം, ഭഗവാനെ ഏത് വഴിക്കാ പോകേണ്ടതെന്ന് എനിക്ക് അറിയണില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? കാരണം എല്ലാവരെയും ഉപദേശിച്ചിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ മഹാദേവനാണ്. മഹാദേവനോട് ചോദിക്കണു ഏത് മാർഗത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് ഭഗവാനെ, അവിടെ നിന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതാ ചോദിക്കണു. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാനോട് തന്നെ ചോദിക്കുക, എന്താ ചെയ്യണേന്ന് എനിക്കറിയില്ല, ഈ ചെയ്യണോണ്ട് ഭഗവാനെ സന്തോഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭഗവാന്റെ ആ കാരുണ്യം നമുക്ക് അനുഭവമായി തുടങ്ങും. അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഇരിക്കണ ഒരാൾക്കും ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. വെച്ചാൽ ഇവിടെ ഈ നാമജപത്തിന് നിങ്ങൾ വന്നിരിക്കില്ല, ഉറപ്പാണ്. 2 വർഷം ഉണ്ടായിട്ടും എനിക്ക് ഒരു അനുഭവം ഉണ്ടായില്ല. ഞാൻ എന്നാലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വരികയാണോ? അങ്ങനെ കിട്ടുമെന്ന് നോക്കാൻ വരണവരാണെന്നുണ്ടെങ്കിൽ പണ്ടേ പോയിണ്ടായേനെ. നമ്മുടെ ഇടയിൽ നിന്ന് എത്രയോ പേര് അങ്ങനെ പണ്ടേ പോയി കഴിഞ്ഞു. കാരണം അവർക്ക് അധികം ക്ഷമയില്ല കിട്ടുമെന്ന് നോക്കാൻ വരുന്നവർക്ക്. നമ്മളിതാ ഒന്നും കിട്ടുമെന്ന് നോക്കണ്ട, നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് ഈശ്വര നാമം ജപിക്കാനൊരു അവസരം തരണേന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. വേറെ ഒന്നും നമുക്ക് വേണ്ട. ഈശ്വര നാമം ജപിച്ചാൽ മതി, ഈശ്വര കഥകൾ കേട്ടാൽ മതി, അത് മാത്രമേ നമുക്ക് വേണ്ടൂ. അതുകൊണ്ട് നമുക്ക് ആനന്ദത്തോടുകൂടി ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇന്ന് നാമം ജപിക്കുമ്പോൾ എല്ലാവരും അത്ര സന്തോഷത്തോടു കൂടിയിട്ട് മനസ്സ് നിറഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് പേര് ആ മുന്നിലിരിക്കുന്നൊരു 4-5 പേര് ജപിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ലയം കിട്ടും. ഓരോരുത്തർ ജപിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് അങ്ങനെ ജപിച്ച് നോക്കാം. അപ്പോൾ കുറച്ച് പേര് ഒരുമിച്ച്, ഞാൻ ഒരുമിച്ച് ചെല്ലുക, ബാക്കി ഇരിക്കുന്നവരെ കുറച്ച് പേര് അവരൊരുമിച്ച് ചെല്ലുക. അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ഒരേ ഭാവത്തിൽ ആ മനസ്സിൽ ഭഗവാന്റെ പല വിധത്തിലുള്ള ലീലകൾ ആസ്വദിച്ചുകൊണ്ട്, കണ്ണൻ്റെ കുറുമ്പുകൾ ആസ്വദിച്ചുകൊണ്ട്, നമ്മളോട് മണിവർണ്ണം തിരുമേനി പറഞ്ഞുല്ലേ, എത്ര മനോഹരമായിട്ടാണ് കണ്ണടച്ച് കഴിഞ്ഞിട്ട് കണ്ണടച്ച് എല്ലാവരും ആ ഭഗവാനെ ധ്യാനിക്കൂ എന്ന് പറയുമ്പോൾ അതിസുന്ദരമായിട്ടുള്ള തലയിൽ ആ മയിൽപ്പീലി ചൂടി, ആ പൊന്നിൻ കിരീടമണിഞ്ഞ്, നെറ്റിയിൽ ഗോപിക്കുറി ചാർത്തി, മകരകുണ്ടലങ്ങൾ അണിഞ്ഞ്, കഴുത്തിലിതാ ആ കൗസ്തുഭമണിമാല ചാർത്തി, മുത്തുമാലകൾ ചാർത്തി, സ്വർണ്ണമാലകൾ ചാർത്തി, കൈകളിൽ തോളിലും കൈകളിലൊക്കെ വളകൾ ചാർത്തി, കയ്യിലിതാ പൊന്നോടക്കുഴൽ പിടിച്ച്, ആ 2 കൈകൾ കൊണ്ട് ആ പൊന്നോടക്കുഴൽ അതിസുന്ദരമായിട്ട് പുഞ്ചിരിക്കുന്ന ആ ചുണ്ടോട് ചേർത്ത് പിടിച്ച്, മഞ്ഞപ്പട്ടുടുത്ത്, അരയിൽ പൊന്നരഞ്ഞാണം ചാർത്തി, തൃക്കാല് 2ഉം പിണച്ചിട്ട്, ആ കുഞ്ഞി കാലുകളിൽ തളയൊക്കെ ഇട്ടിട്ട് ഇതാ നിന്നുകൊണ്ട് ഭഗവാൻ പൊന്നോടക്കുഴൽ ഊതുകയാണ്. ആ ഓടക്കുഴലിൻ്റെ നാദം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ കണ്ണൻ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആനന്ദത്തിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഓടക്കുഴൽ ഊതി നമ്മുടെ കൂടെ ഉണ്ട്. അത് തിരുമേനി പറഞ്ഞതുപോലെ ആരുടെ അടുത്തേക്കാണ് വരിക, ആരുടെ മടിയിലപ്പോൾ 2 ആളുടെ അടുത്തേക്ക് ഓടി വന്നു കണ്ണൻ. നമ്മുടെ ആ സത്സംഗത്തിലുള്ള ആളുടെ അടുത്തേക്ക് തന്നെ ഓടി വന്നു. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ അടുത്തേക്കും ഇതുപോലെ വരണം. അപ്പം നമ്മൾ ആരുടെ അടുത്തേക്കാണ് വരിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനിതാ മനസ്സ് നിറഞ്ഞ് അതിനാഗ്രഹിച്ചുകൊണ്ട് നാമം ജപിക്കാം. എല്ലാവരും നാമം ജപിക്കാൻ തയ്യാറല്ലേ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ
Hare
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ കാലൻ ഭീഷണമോടണയവേ ദുഷ്ടന്റെ കണ്ഠത്തിൽ നിന്നെന്തോ ഭാഗ്യവശാൽ ഭഗവൽ നാമം പുറപ്പെട്ടുപോയി. അജാമിളൻ്റെ കാര്യമാണ് പറയണത്. ആ 88-ാമത്തെ വയസ്സിൽ ആ മകന് 85 വയസ്സുള്ള ആ പുത്രന് നാരായണ എന്നാണ് പേര്. അപ്പം ഏതോ എത്രയോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് പോലും അന്ത്യകാലത്ത് നാരായണ സ്മൃതി ഉണ്ടായി എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ആദ്യമൊക്കെ അത്രയും ഇഷ്ടത്തോടു കൂടിയിട്ട് അത്രയും ഒരു നിഷ്ഠയോടു കൂടിയിട്ട് ഈശ്വരൻ്റെ ആ കാര്യങ്ങളൊക്കെ ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. അത്രയും ശ്രദ്ധയോടു കൂടിയിട്ട് അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് എല്ലാ വിധത്തിലുള്ള പൂജകളും ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വാധ്യായവും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നീടാണ് ഒരു വേശ്യാസ്ത്രീയായിട്ടുള്ള ഒരു കണ്ണാണ് ചതിച്ചത്. കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച പിന്നെ ആദ്യം വെറുപ്പോടുകൂടി നോക്കി, പിന്നെ കാണാനൊന്ന് വേണ്ടി നോക്കി, പിന്നെ അതിലേക്ക് അങ്ങോട്ട് ആകർഷിച്ചു പോയി. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ചതിക്കും. അതുകൊണ്ട് കണ്ണിന് എത്ര കണ്ടാലും മതിയാവില്ല, എത്ര കേട്ടാലും കാതിന് മതിയാവില്ല, എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മളിനി തീരുമാനിക്കണോ ആരെ പറ്റിയിട്ട് ഒന്നും പറയില്ല, നല്ല കാര്യങ്ങളെ പറയുള്ളൂ, നാമേ ജപിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ പോയി കുറേ കഴിയുമ്പോൾ നമുക്ക് നല്ല സുഖം. ആരെ പറ്റിയിട്ട് ഒന്നും പറയണില്ല, എല്ലാവരെ പറ്റി നല്ലത് നാമം ജപിച്ചിങ്ങനെ കഴിയണം. അപ്പോൾ ഒരാൾ കയറി വന്നു, നിവൃത്തിയില്ല, അവരെ ഒഴിവാക്കാൻ വയ്യ, വന്നു ഇരുന്നു, ഒരു വർത്തമാനം പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ അത് കേട്ടപ്പോൾ തോന്നിയില്ല. പിന്നെ ഒന്നും കൂടി പറഞ്ഞു, 2 കാര്യം പറഞ്ഞു, പിന്നെ ഓർമ്മയില്ലാണ്ട്. കാരണം നമുക്കൊരു ശീലം അങ്ങനെ കിടക്കണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ ഇരുന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ മനസ്സ് ദുഷിച്ചു. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്തു കൊണ്ടുവന്ന വൃത്തിയാക്കിയതൊക്കെ വീണ്ടും മലിനമായിട്ട് തീർന്നു. അങ്ങനെ നമ്മുടെ മനസ്സ് മലിനമായിട്ട് പോകും. അപ്പോൾ നമ്മുടെ കണ്ണ്, കാത്, നാവ് ഇതൊക്കെ നമ്മളെ ചതിക്കും. ഏറ്റവും ബുദ്ധിമുട്ട് നാവിനെ ജയിക്കാനാണ്. നാവിനെ എത്ര രുചിച്ചാലും മതിയാവില്ല. അതുപോലെ എത്ര പറയുക, മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ പറയുക എന്നുള്ളത്, ആ സംസാരം അതും നാവിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു അവസ്ഥയിലും എന്തുകൊണ്ടാണ് ഇതെല്ലാം വിട്ടിട്ട് ഇത്രയും പൂജയും സ്വാധ്യായമൊക്കെ ചെയ്ത ഒരാളും ഇതൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ടേ ഇങ്ങനെ മാറിപ്പോയതെന്ന് വിചാരിച്ചാൽ അദ്ദേഹം നിഷ്ഠയോടുകൂടി ചെയ്തു എന്നുണ്ടെങ്കിലും പ്രേമത്തോടു കൂടിയിട്ടല്ല ചെയ്തത്. ഈശ്വരനോടൊരു പ്രേമം ഉണ്ടായി എന്നുണ്ടെങ്കിൽ, ഈശ്വരനോടൊരു ഇഷ്ടം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ കണ്ണ് തെറ്റിപ്പോവില്ല. അത്രേ
കാതു തെറ്റി പോവില്ല അത്ര. കാരണം അതിനേക്കാളിലും ആസ്വദിക്കുന്നതാണ് ഭഗവാന്റെ കണ്ണിന്. കൃഷ്ണനേക്കാളിലും ആസ്വദിക്കാൻ പറ്റിയ വേറൊരു കാഴ്ചയില്ല. നിറയെ വിളക്കൊക്കെ കൊളുത്തി വെച്ച്, നിറയെ പൂക്കളൊക്കെ വച്ച്, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു കൃഷ്ണവിഗ്രഹം വെച്ചിട്ട് നോക്കൂ. വേറെ ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം നോക്കിയിരുന്നാൽ മനസ്സിന് എന്തൊരു ശാന്തി സമാധാനമാണ്. ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്തിനാണ് ദീപാരാധനയ്ക്ക് ഇത്രയ്ക്ക് അധികം വിളക്കൊക്കെ കൊളുത്തി? അത് നോക്കൂ, ആ കാഴ്ച എത്ര ശാന്തി നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ട്. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രകാശമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വിട്ടുപോകാൻ തോന്നില്ല. അതേസമയം നിഷ്ഠയോടുകൂടി രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അത് ചെയ്യണം എന്നൊക്കെ നമ്മൾ നിഷ്ഠയോട് കൂടിയിട്ട് ചെയ്യിക്കുന്നു. അത്ര ഒരു ഇഷ്ടമൊന്നുമില്ല, അത് ചെയ്യേണ്ടതാണ്, എൻ്റെ കടമയാണെന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞാൽ കേൾക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് മനസ്സ് മാറിയാൽ. ഇപ്പോൾ കുട്ടികളോടൊക്കെ പഠിക്കാൻ പറയുമ്പോൾ അവർക്ക് ഇത്ര കാലം പഠിച്ചു കഴിഞ്ഞു, കളിക്കാൻ പൊക്കോളെന്നുണ്ടെങ്കിൽ പഠിക്കണേക്കാൾ ഇഷ്ടമാവുക അവർക്ക് കളിക്കാനായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയാണ് വന്ന് പെടുക. ഇത് ആ ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പോഴേക്കും നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി എപ്പോഴാണ് കഴിയുക, എപ്പോഴാണ് പോവുക. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകൾ വരും. അത് അവിടെ ചെന്ന് അങ്ങനെ ചെയ്യണ്ടേ, ഇവിടെ ഇതിങ്ങനെ വേണ്ടേ, ഇന്ന് അതെന്തായി ആവുമോ. പിന്നെ നമ്മൾ ചിലപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും, മനസ്സ് പതറിപ്പോവുക. അപ്പം അത് ഇല്ലാണ്ടിരിക്കാനാണ് പ്രേമത്തോടു കൂടി നാമം ജപിക്കാൻ പറയണത്. അപ്പോൾ അത് അങ്ങനെ അല്ലാഞ്ഞിട്ട് പോലും അജാമിളൻ്റെ ഭാവമാണ് പറയണത്. കാലൻ ഭീഷണമോടണയവേ ദുഷ്ടന്റെ കണ്ഠത്തിൽ നിന്നെന്തോ ഭാഗ്യവശാൽ ഭഗവൽ നാമം പുറപ്പെട്ടുപോയി. കാലൻ വന്ന് നിൽക്കണു, ആ പോത്തിൻ്റെ പുറത്ത് കയറൊക്കെ പിടിച്ച് വന്ന് നിൽക്കണ സമയത്ത് ഒക്കെ നാരായണാന്ന് വിളിച്ചു. അപ്പം എന്തുണ്ടായേ? പെട്ടെന്നപ്പോൾ ഇരുമ്പുലയ്ക്ക കുഴലായി, ആലാസു പൂമാലയായി, തേറ്റ പുഞ്ചിരിയായി, പോത്തുപശുവായി, വൈവസ്വതൻ കൃഷ്ണനായി. അപ്പം അതാ അവിടെ ആ കാലനെ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് യമദൂതന്മാരെ മാറ്റി നിർത്തിയിട്ട് ആര് വന്നു? വിഷ്ണു പാർഷദന്മാർ ആ ഒടക്കുഴലൊക്കെ പിടിച്ചത് ആ സാക്ഷാൽ ഭഗവാൻ ആയിട്ട് ആ ഇരുമ്പുലയ്ക്ക നോക്കുമ്പോൾ എന്താ ഇരുമ്പുലയ്ക്കല്ല കയ്യിലെ ഒടക്കുഴലാണ്. ആലാസല്ല, പൂമാലിയാണ് ഇട്ടേക്കണത്. പോത്തല്ലല്ലോ, പശുവാണല്ലോ. ആ യമദൂതന്മാരുടെ തേറ്റ അല്ല കാണുന്നത്, അതിന് പകരം ഭഗവാന്റെ പുഞ്ചിരിയാണ്. അവരോട് പറഞ്ഞ് മാറി നിൽക്ക്, തൊട്ട് പോവരുതെന്ന് പറഞ്ഞിട്ടതാ വന്നു. ആ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ച ആ ഒരു വിളി ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന്. ആരുടെ പേരാ വിളിച്ചത്? നാരായണൻ്റെ പേര്. ഏത് വിധത്തിൽ വിളിച്ചാലും ഈശ്വരൻ്റെ പേര് വിളിക്കുമ്പോൾ അത് ഓടി വരുന്നു. അതുപോലെ നമ്മൾ ജപിക്കുന്ന നാമത്തിന് ആത്മാർത്ഥ ഭാവം ഉണ്ടെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മുടെ അടുത്തേക്കും വരും. വരാതിരിക്കാൻ ഭഗവാന് പറ്റില്ല. വരുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ തിരിച്ചറിവുണ്ടാവാൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. ഇവിടെ വിളിക്കുന്ന ഓരോ വിളിയിലും ഭഗവാൻ കണ്ണൻ നമ്മുടെ കൂടെ ഇതാ ഇവിടെ ലീലകളാടുണ്ട്. പക്ഷെ അത് നമുക്ക് അനുഭവമാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കണ്ണിൻ്റെ കാഴ്ച പുറമേ ഉള്ളതല്ലാണ്ട് ഉള്ളിലൊരു കണ്ണുണ്ട്, അതിൻ്റെ കാഴ്ച കാണണം. അത് നമുക്ക് അനുഭവമാവണമെങ്കിൽ നാമം ജപിച്ച് തന്നെ സാധിക്കുള്ളൂ. അപ്പം എല്ലാവർക്കും വേണ്ടതുപോലെ നാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കണു. ഈ ഒരു ഗൃഹത്തിൽ വച്ചിട്ട് നാമം ജപിക്കുക എന്നുള്ളത് ഈശ്വര നിയോഗം. ആ നിയോഗത്തിൻ്റെ മുമ്പിൽ ആ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഈ ഗൃഹത്തിലുള്ള എല്ലാവർക്കും, ഈ ബന്ധുക്കൾക്ക്, അതായത് ഒരു ഗൃഹത്തിലൊരു സത്സംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് മാത്രമല്ലാത്രേ. ഇപ്പോൾ പ്രഹ്ലാദസ്വാമിയോട് പറയണത് എന്താ? പ്രഹ്ലാദൻ എന്നുള്ളൊരു സത്സംഗത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു പ്രഹ്ലാദസ്വാമി ജനിച്ചപ്പോൾ പറഞ്ഞു 7 തലമുറ മേൽപോട്ടും 7 തലമുറ കീഴ്പോട്ടുള്ളവർക്കൊക്കെ, ഇനി വരാനിരിക്കുന്ന 7 തലമുറ കഴിഞ്ഞു പോയത് പിതൃക്കളായിട്ടുള്ളവർക്കൊക്കെ അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ ബന്ധുമിത്രാദികൾക്ക് ഒരു ഗൃഹത്തിൽ വെച്ച് ചെയ്താൽ അവരവർക്ക് മാത്രമല്ല, അവിടെ ബന്ധുമിത്രാദികൾക്കും അടുത്ത അയൽപ്പക്കക്കാർക്കൊക്കെ
അതിൻ്റെ അനുഗ്രഹം ഉണ്ടായിത്തീരും. കാരണം ഇവിടെ ഒരു വലിയൊരു ഹൈ വോൾട്ടേജിൻ്റെ ഒരു ബൾബ് ഈ വീടിൻ്റെ മുകളിൽ അങ്ങോട്ട് കത്തിച്ചാൽ ഈ വീടിൻ്റെ പരിസരത്ത് മാത്രമല്ലല്ലോ പ്രകാശം ഉണ്ടാവുക, എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ പ്രകാശം എത്തും. അതുപോലെ എല്ലാവരിലേക്കും ഈ പ്രകാശം എത്തട്ടെ, എല്ലാവരുടെയും മനസ്സ് സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ, രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും കൊണ്ട് കഷ്ടപ്പെടാതിരിക്കട്ടെ. കർമ്മ പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നാൽ ഈശ്വരൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അതിനെ തരണം ചെയ്യാനുള്ള ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. രാധാറാണിയോട് പ്രേമഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സത്സംഗമിവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി. കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ. മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സത്യം കരയണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകവിശം വൈജയന്തീം ച മാലാം. രന്ധ്രാൺവേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. പാദാലയേശമനിശം ഹൃദി വാരയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ. ആരോടുമുള്ളിൽ പകയേശിടാതെ. എല്ലാവരും ഉറക്കെ ചൊല്ലൂ കേട്ടോ. ആരോടുമുള്ളിൽ പകയേശിടാതെ. നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ. ഈരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ ജയ ശ്രീ രാജ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കണം.